നാം വാഗ്ദത്ത മക്കളാണ്. വി ആർ ദ പ്രോമിസ്ഡ് വൺ. നമ്മൾ വാഗ്ദത്ത മക്കളെന്ന് പറയുമ്പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:28 ഞാൻ എടുക്കുന്നത്. നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. അപ്പം നമ്മൾ നോക്കണം, അബ്രഹാമിൽ കൂടെയാണ് ദൈവത്തിൻ്റെ സത്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. അബ്രഹാമിനെയാണ് വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുന്നത്. അബ്രഹാമിന് 2 സന്തതികളുണ്ടായിരുന്നു. ഒന്ന്, പിന്നെ സന്തതികൾ വേറെ ഉണ്ടായിട്ടുണ്ട്. ആദ്യമേ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം കൊടുത്തു എങ്കിലും, അപ്പോൾ 75 വയസ്സിലാണ് അബ്രഹാമിന് ആദ്യം വാഗ്ദത്തം കൊടുക്കുന്നത്. പക്ഷേ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തെങ്കിലും കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അബ്രഹാം സേറായും കൂടെ വിചാരിച്ചു നമ്മളൊന്ന് ദൈവത്തെ ഹെൽപ്പ് ചെയ്ത് കളയാമെന്ന്. അങ്ങനെ ഹാഗാറെന്നും പറഞ്ഞൊരു സ്ത്രീയെ കൊടുത്തു. അവളിൽ കൂടി ഒരു മകനുണ്ടായവന് ഇസ്മയേൽ എന്ന് പേരിട്ടു. അത് ദൈവത്തിൻ്റെ വാഗ്ദത്ത പുത്രനല്ല. കാരണം മനുഷ്യൻ്റെ ബുദ്ധിക്കനുസരിച്ച്, മാനുഷിക ശക്തിയിൽ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് അത് അപ്പടി പ്രശ്നമാക്കി തീർന്നു. അതുകൊണ്ടാണ് യഹൂദന്മാർക്ക് വാഗ്ദത്ത മക്കൾക്ക് എപ്പോഴും ജഡീക മക്കൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എതിരായിട്ട് നിൽക്കുന്നത്. അവർക്കും അബ്രഹാം തന്നെയാണ് ദൈവം. മോശെ അവർക്ക് പ്രവാചകൻ തന്നെയാണ്. അബ്രഹാമിൻ്റെ 2 മക്കളെക്കുറിച്ച് പറയുന്നത് ഗലാത്യർക്ക് എഴുതിയ 4-ാം അധ്യായത്തിൽ 22 തൊട്ടുള്ള വാക്യം വളരെ പ്രധാനമാണ്. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്താലും ജനിച്ചിരിക്കുന്നു. അവ 2 തരത്തിലുള്ള മക്കളാണ്. ഇതെല്ലാം സാദൃശ്യങ്ങളാണ്. അത് സാദൃശ്യം എന്ന് പറയുമ്പം അബ്രഹാമിന് 2 പുത്രന്മാരുള്ളത്, ഒന്ന് ദാസിയിൽ കൂടെയാണ്. അതായത് നമ്മുടെ സ്വന്തം കഴിവിലുണ്ടാക്കുന്ന ഒന്നും ദൈവത്തിൻ്റെ അതല്ല. കർത്താവ് പറയുന്നുണ്ട്, നീ വിശ്വാസത്തിൽ തുടങ്ങാത്ത ഒന്നും ദൈവം സ്വീകരിക്കത്തില്ല. നമ്മൾ ആ കണക്ക് നോക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ വിശ്വാസത്തിലല്ല ചെയ്യുന്നത്, തുടങ്ങുന്നതും പ്രവർത്തിക്കുന്നതും. പിന്നെ ഒരു പ്രായമാകുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സ്വയ കഴിവിൽ ആശ്രയിക്കാത്ത ഒരു സ്റ്റേജിൽ കൊണ്ടുവരുമ്പോഴാണ് റിയൽ ട്രെയിനിങ് തുടങ്ങുന്നത്. അതിനു മുമ്പ് നമ്മൾ തെറ്റും ശരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. പക്ഷേ ഒരു പ്രായം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആത്മാവിൻ്റെ വിവേചനത്തിൽ ഒത്തിരിയും പെട്ടെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഈ അബ്രഹാമിന് 2 സന്തതിയെക്കുറിച്ച് സാദൃശ്യമാണെന്ന് പറയുന്നത് ഗലാത്യർ 4-ൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. 2 പുത്രന്മാർ, ഒന്ന് ദാസ്യ പ്രസവിച്ചവളാണ് ഇസ്മയേൽ, എന്നാൽ സ്വതന്ത്ര പ്രസവിച്ചതാണ്. അതങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ദാസിയുടെ മകൻ ജഡപ്രകാരവും അത് ഇസ്മയേലാണ്. സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. അപ്പം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ മകനാണ് ഇസഹാക്ക്. എന്നാൽ സ്വന്തം കഴിവിൽ നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെക്കും, അങ്ങനെ ഉണ്ടാക്കി വെച്ച ഒരു മകനാണ് ഇസ്മയേൽ. ഇത് സാദൃശ്യമാകുന്നു. വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. ഇത് പൗലോസ് വളരെ ഭംഗിയായിട്ട് ഇത് സാദൃശ്യമാണ്. ദിസ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഗോഡ്. ഈ സ്ത്രീകൾ 2 നിയമങ്ങളത്രേ. ഒന്ന്, സീനായ് മലയിൽ നിന്നുണ്ടായ അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ എന്ന് പറയുന്നത് അടിമത്വമാണ്. അതിപ്പം ഈ ഹാഗാർ എന്ന് പറയുമ്പോൾ ഹാഗാറിനെ തന്നെയല്ല ഉദ്ദേശിക്കേണ്ടത്. എവിടെ അടിമത്വം ഉണ്ടോ, ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം, അതായത് അപ്പനും മക്കളും എന്നുള്ള സ്വാതന്ത്ര്യം, അവിടെയും ശിക്ഷണമുണ്ട്. പക്ഷെ അടിമത്വമല്ല. ശിക്ഷണം അടിമത്വം തമ്മിൽ വ്യത്യാസമുണ്ട്. ശിക്ഷണം എന്ന് പറയുന്നത് സ്നേഹിക്കുന്ന മക്കളെ അപ്പൻ ശിക്ഷിക്കും, അതെന്തിനാ നേർവഴിക്ക് വരാൻ. പക്ഷേ അടിമത്വം എന്തോ, അവനൊരിക്കലും എൻ്റെ അവകാശിയല്ല, അവൻ അടിമയാണ്. അതുകൊണ്ടാണ് അബ്രഹാം ഇസ്മയേലിന്, നമ്മൾ വിചാരിക്കും ഇസ്മയേലിനെ പറഞ്ഞു വിട്ടുന്നു. ഇസ്മയേലിന് വഴക്കുണ്ടാക്കിയപ്പോൾ സാറാ പറഞ്ഞു, ഈ അടിമയുടെ മോന് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ വാഗ്ദത്തം, എൻ്റെ മകൻ്റെ കൂടെ ഒരിക്കലും അവൻ അവകാശിയാകത്തില്ല. അവർക്ക് സാറായുടെ ഹൃദയത്തിന് ഉള്ളിലാ വെളിച്ചം വന്നപ്പോൾ എന്താ അബ്രഹാം വെറും ഒരു അപ്പവും കുറച്ച് അപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്താൽ വിട്ടതെന്ന്. നമുക്കത് കേൾക്കുമ്പം ഭയം തോന്നുമില്ലേ? ഈ മരുഭൂമിയിൽ അത്ര സമ്പത്തുള്ള ഒരു 4 ഒട്ടകത്തിൻ്റെ മേലെ വെള്ളവും പിന്നെ സാധനങ്ങളും പാത്രവും പിന്നെ ഒരു ടെൻറ്റും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടായിരുന്നു അബ്രഹാം. അത് ചെയ്തില്ല. കാരണം വേദപുസ്തകം അനുസരിച്ച് സാദൃശ്യമാണ്. എന്താ സദൃശ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ മക്കളല്ലാത്തൊരു ദൈവത്തിൻ്റെ മക്കളല്ല. അവിടെ ഒന്നും നമുക്ക് വെച്ചൊന്നും ചെയ്യാം. അബ്രഹാം ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ് വരുന്നുണ്ട് അപ്പോഴത്തേക്ക്. അതുകൊണ്ടാണല്ലോ രണ്ടാമത് പിന്നെ ഈ വാഗ്ദത്തപുത്രനെയാണ് ദൈവം ബലിയഴിക്കാൻ പറയുന്നത്. അതാ പറയുന്നത്, നിൻ്റെ ഏകജാതനായ. അപ്പോൾ ഇസ്മയേൽ വന്നു, അതൊന്നും കൺസിഡർ ചെയ്തിട്ട് പോലുമില്ല. ദൈവത്തിൻ്റെ കണ്ണിലത് പെട്ടിട്ടില്ലെന്നേ.
ലോകപ്രകാരമായ കുറേ സുഖങ്ങളും സമൃദ്ധിയും കുറച്ച് സൗകര്യങ്ങളും ഒക്കെ കിട്ടിക്കാണും. അതൊന്നും ദൈവസന്നിധിയിൽ എണ്ണപ്പെടുന്നില്ല. ഇപ്പം നമുക്ക് 5-8 മക്കളുണ്ട്. അതിലൊരുവനങ്ങ് വഴിതെറ്റി നടന്നു വെച്ച് നമ്മളെ ഉപദ്രവിക്കും. അവനുള്ളതായിട്ട് കുറച്ച് കഴിയുമ്പോൾ മറക്കാൻ തുടങ്ങും. കാരണം അങ്ങനെ ഒരെണ്ണമുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിന്ത കാണും, നമ്മൾ മറക്കും. കാരണം എന്താ, അവനെക്കൊണ്ട് ഒരു പ്രയോജനം. കാരണം തുടക്കത്തിലേ അവൻ ശരിയല്ല. ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ഈ സദൃശ്യത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അബ്രഹാമിന് മനസ്സിലായി ഇസഹാക്കിൻ്റെ മുമ്പിൽ ഇസഹാക്കാണ് വ്യക്തമായിട്ട് അബ്രഹാമിന് അറിയാം ദൈവം തന്ന മകൻ ഇസഹാക്കാണ്. അതുകൊണ്ട് ഇത് സദൃശ്യമാണ്. ഈ സ്ത്രീകൾ നിയമങ്ങളാണ്. സ്ത്രീ 2 നിയമങ്ങൾ. ഒന്ന്, സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു. അത് ഹാഗാർ എന്നത് അറബി ദേശത്തെ സീനായി മലയെ കുറിക്കുന്നു. പഴയ നിയമത്തിൻ്റെ ചട്ടത്തിൽ വരുന്നു. ഇത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. ഇപ്പോഴത്തെ ഭൂമിയിലുള്ള യെരുശലേം, അതായത് ജഡപ്രകാരമുള്ള മനുഷ്യൻ്റെ ജീവിതത്തെയാണ് ഹാഗാർ റെപ്രസെൻ്റ് ചെയ്തത്. നമ്മൾ മുസ്ലിങ്ങളാന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നതിന് വേദപുസ്തക അടിസ്ഥാനത്തിൽ ഇവർ പറയുന്നത് ഇപ്പോഴത്തെ ഉള്ള ജഡീക ശക്തിയിൽ ജീവിക്കുന്ന ഈവൻ യെരുശലേമും ഹാഗാറിൻ്റെ വർത്തന. എന്നാൽ അത് തൻ്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രമാകുന്നു. അവൾ തന്നെ അമ്മ, നമ്മുടെ അമ്മ. അപ്പോൾ മീതെയുള്ള യെരുശലേം എന്ന് പറയുന്നത് ആത്മീകമായ കണ്ണുകൊണ്ട് കാണണം. ഇതിന് ഇച്ചിരിയുടെ ഡീപ്പർ മീനിങ് ഉണ്ട്. പക്ഷേ അത് അത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സമയമായിട്ടില്ല. അതുകൊണ്ട് അതിനകത്തോട്ട് ഞാൻ കയറുന്നില്ല. അപ്പം ദൈവം 2 സദൃശ്യം പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മക്കൾ തലം മാറുകയാണ്. നമ്മൾ ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ദ ലിവിങ് ഗോഡ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യഘട്ടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സത്യങ്ങൾ മാത്രം പഠിപ്പിച്ചവരെ നമ്മൾ അടിമത്വത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിലോട്ട് പഠിപ്പിച്ചു കയറ്റും. അതിന് ടിപ്പിക്കൽ എക്സാമ്പിളാണ് ദാവീദും ഗോലിയാത്തുമുള്ള അവർ തമ്മിലുള്ള യുദ്ധത്തിൽ ദാവീദിന് ആത്മാവിൻ്റെ വിവേചനം ഉണ്ടായിരുന്നു. ഗോലിയാത്തിന് ഒരു കണ്ടാ വലിയ ആൾ, 9 അടി പൊക്കം, 2 നിരപ്പല്ല്, 6 വിരലുകളൊക്കെയുള്ള മനുഷ്യൻ, വലിയ ആയുധം കൊണ്ട് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ദാവീദ് അത് കണ്ടുപോലുമില്ല. അത് പറഞ്ഞ്, ഇന്ന് നിന്നെ സത്യദൈവത്തെ അവഹേളിക്കുന്ന, ഇന്ന് നിൻ്റെ തല വെട്ടി, നിൻ്റെ സൈന്യത്തിൻ്റെ തല വെട്ടി ഞാൻ പട്ടിക്കും പക്ഷിക്കും കൊടുക്കുമെന്ന് വ്യക്തമായിട്ടും പറയുന്നു. എങ്ങനെ പറയാൻ നോക്കും ഒരു ബാലന്? ആത്മാവിൻ്റെ വചനം, ആത്മാവിൻ്റെ ശക്തി. അവനെ 1 യോഹന്നാൻ 3 പറയുന്നത് എങ്ങനെയാണ്? കാൺമീൻ. എന്താ കാണുന്നത്? നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നതിന് പെടുവാൻ പിതാവ് നമ്മൾക്ക് എത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. 1 യോഹന്നാനകത്ത് ലേഖനമാണ്. കാൺമീൻ 3:1. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ഇത് മക്കളും പിതാവും തമ്മിലുള്ള ബന്ധം സ്നേഹമാണ്. അതിന് there is no substitute. അതുകൊണ്ടാണ് കൊരിന്ത്യനകത്ത് പറയുന്നത്, എനിക്ക് ഇതിലും പ്രശംസയേറിയ കാര്യം പറയാനുണ്ട്. എന്തുവാ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ വലുതോ സ്നേഹമാകുന്നു. ആ സ്നേഹം അഗാപ്പെ ലവാണ്. കൊരിന്ത്യർ 12 ആകയാൽ എന്ന് പറയുന്നുണ്ട്. അംശമായി മാത്രം ഞാൻ പ്രവചന ഭാഷകാരൻ പൗലോസ് എഴുതി വെച്ചിരിക്കുന്ന 13-ാം അധ്യായത്തിൽ കൊരിന്ത്യനകത്ത്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹമാകുന്നു. അതായത് മനുഷ്യന് മനസ്സിലാക്കുന്നതിന് ഉപരിയായിട്ടുള്ള ഒരു സത്യമാണ് ദൈവസ്നേഹം. അത് രുചിച്ചറിയണം, പറഞ്ഞറിയത്തില്ല. അത് യഥാർത്ഥത്തിൽ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരപ്പനുണ്ടെങ്കിൽ മക്കൾക്ക് കുറച്ച് മനസ്സിലായി. ഈ അപ്പന്മാരിട്ടേച്ച് പോകുന്ന മക്കളുണ്ടല്ലോ, അബാൻഡൻഡ്, ഡിസേർട്ടഡ്, അവർക്കൊരിക്കലും ഈ സത്യദൈവത്തെ യഥാർത്ഥത്തിൽ കാണാൻ പ്രയാസം. ആ സ്നേഹം പിന്നെ പലപ്പോഴും അങ്ങനെ കരുതുന്നവർ യേശു എൻകൗണ്ടർ ചെയ്യുക, അതായത് തന്നെത്താനെ കടന്നു വന്നിട്ട് അവർ പറയുന്ന കേട്ടില്ല, കർത്താവ് വന്നിട്ട് എൻ്റെ മേലോട്ട് ഈ സ്നേഹം ഇങ്ങനെ അങ്ങോട്ട് അയച്ചു തന്നപ്പോഴത്തേക്ക് ദേ കുഡ് സെൻസ് ദ പ്യുവർ ലവ് ഓഫ് ഗോഡ് ഇൻസൈഡ് ദം. അത് ദൈവം ഇട്ട് തരുന്നതാണ്. അത് ദൈവമക്കൾക്കുള്ള അവകാശമാണ്. നമ്മൾ ദൈവമക്കളാണ്. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഗലാത്യർ 3:26 പറയുന്നു. യെശയ്യാ 44:3 പറയുന്നു, നീ ഭയപ്പെടേണ്ട, ദാഹിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും. ദാഹിക്കുന്നവർക്ക് വെള്ളം ആവശ്യമുള്ളൂ. ദാഹിക്കുന്നവർക്ക് വെള്ളവും
വരണ്ട നിലത്തേക്ക് നീരൊഴുക്കുന്നു. എൻ്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെ, എൻ്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. എപ്പോഴും പറയാറുണ്ട്, ഈ മനുഷ്യന് 3 ഘടകമാണുള്ളത്: ദേഹം, ദേഹി, ആത്മാവ്. സോൾ, സ്പിരിറ്റ് ആൻഡ് ബോഡി. ബോഡി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്പിരിറ്റ് ആത്മാവില്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല. അത് ഐ തിങ്ക് ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആത്മാവിലായവർ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ നന്മ ചെയ്യുന്നത് അവർ ചിലപ്പോൾ ആയിരിക്കും ഉദ്ദേശിച്ച് അവർ വന്ന്, നമ്മൾ ചേട്ടത്തിലുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ല. പക്ഷേ ആത്മാവിൽ നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ആത്മാവിൽ തന്നെ നിൽക്കാനുള്ള കൃപ കിട്ടിയാൽ ഏത് യുദ്ധം വന്നാലും നമുക്ക് ദൈവം ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. ബിക്കോസ് സ്പിരിറ്റ്, ദ ഫ്ലഷ് ഈസ് ഡെഡ്. കുരിശു മരണത്താൽ നമ്മൾ നമ്മുടെ ജഡത്തെ എന്നും മരിപ്പിക്കണം. അപ്പം ആത്മീക മക്കൾക്ക് ജഡീക മക്കളെ പോലെ പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. വി ആർ ഡിഫറെൻറ്റ്. അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ അപ്പൻ ശിക്ഷിക്കും. എന്തിനാ? തൻ്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാൻ. ഈ 1 തെസ്സലോനിക്കൻസ് 5:23 പറയേണ്ട ഈ 3 ഘടകമൊന്നും ആർക്കും അറിയത്തില്ല. അതിനെക്കുറിച്ചൊന്നും ആരും പഠിപ്പിക്കാറില്ല. കാരണം നമുക്ക് അന്നുള്ള ജീവിതത്തിൻ്റെ ഭാരം തന്നെ ഒത്തിരി ഉണ്ട്. പിന്നെയാണ് ഇതൊക്കെ പഠിക്കാൻ പോകുന്നത്. 1 തെസ്സലോനിക്കൻസ് 5:23 ഇങ്ങനെ വായിക്കുന്നുണ്ട്: സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. 3 കാര്യങ്ങളാണ്: ആത്മാവ്, പ്രാണൻ, ദേഹം. ഇത് 3 സ്വീകരിക്കപ്പെട്ട വിധത്തിൽ ദൈവത്തിന് അക്സെപ്റ്റബിളാക്കി തീർക്കാൻ നമ്മൾ ദൈവത്തിൻ്റെ സന്തതികളായിട്ട് മാറണം. കാൺമീൻ, നമ്മൾ ദൈവമക്കൾ തന്നെ. അത് പിതാവ് നമുക്ക് തന്ന പദവിയാണ്. അതിൽ നമ്മൾ സന്തോഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ സന്നിധി ഞങ്ങൾ ദൈവമക്കളാണെന്നുള്ള ഉന്നത പദവി, അത് ഞങ്ങളെ പ്രായമുള്ളവരെ പഠിപ്പിക്കുന്നതിലും എളുപ്പം കൊച്ചുമക്കളെ പഠിപ്പിക്കുകയാണ്. കൊച്ചുമക്കളെ വിശ്വാസത്തിൽ ഒരു വീരന്മാരായിട്ട് ശിശുക്കളെ പോലെ വേഗം അത് മനസ്സിലാക്കും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, ശിശുക്കളെ പോലെ, സ്വർഗരാജ്യം ശിശുക്കളെ പോലുള്ളവർക്കാണ്. ശിശുക്കൾക്കുള്ള സ്നേഹവും അവരുടെ ആ ഇന്നസെൻസിയും അവരുടെ വിശുദ്ധിയും കൊണ്ട് ആരെന്ത് പറഞ്ഞാലും അവർ സ്വീകരിക്കും. ദൈവമാ പറയുന്നെങ്കിൽ ഉടനടി അത് സ്വീകരിക്കാനുള്ള ഹൃദയം അവർക്കുണ്ട്. അവിടെ അവർ ദൈവമക്കളാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണമേ. ഞങ്ങളെ അങ്ങനെ തന്നെ ഓർപ്പിച്ചു തരണേ അപ്പച്ച. നിൻ്റെ മക്കളാണെന്നുള്ള ഉന്നത പദവിയിൽ ജീവിക്കുമ്പോൾ അല്പം നീ ശിക്ഷിച്ചാലും ഞങ്ങൾക്ക് ഭാരമില്ല. നിൻ്റെ അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ബാലശിക്ഷ ആവശ്യമുണ്ട് കർത്താവ്. ഏത് പ്രായത്തിലും അത് ആവശ്യമുണ്ട്. നീ ശിക്ഷിക്കുമ്പോൾ അതിൽ നീരസപ്പെടാതെ ഞങ്ങളെ നന്മയിലേക്ക് കൊണ്ടുപോകാനാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നിന്നിൽ സന്തോഷിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണേ അപ്പച്ച. അവിടെ നിന്ന് അറിയാതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ആത്മാവിൻ്റെ ഉടമസ്ഥനായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുമ്പം ദേഹത്തെ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട, എന്നാൽ നിങ്ങളുടെ ആത്മാവിനെ, ദേഹിയെ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ചാണ് ഭയപ്പെടേണ്ടത്. അത് ദുഷ്ടപിശാചപ്പച്ച അവനെടുത്ത് ദൂരെ കളഞ്ഞേച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഞങ്ങളെ നേർവഴിക്ക് ജീവപ്രകാശത്തിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലെറ്റ് ദ ലൈറ്റ് ഷൈൻ സോ ബ്രൈറ്റ്ലി ദാറ്റ് ഡാർക്ക്നെസ് കനോട്ട് പ്രിവെയിൽ. ഇരുട്ട് നമ്മുടെ അടുക്കപ്പോലും വരാത്തവണ്ണം ദൈവ വെളിച്ചത്തിൽ ഞങ്ങളെ നിർത്തണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.